ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ ഡേ ഇൻ മൈ ലൈഫിനെ നമ്മൾ ഓഫീസിലെ വീഡിയോസ് മെയിനായിട്ട് ചെയ്തിട്ടില്ലല്ലേ. ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. നമ്മുടെ ഓഫീസിൽ ചെറിയൊരു പാർട്ടി സാറ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ചെറിയൊരു ബ്ലോഗായിട്ട് നമുക്ക് പോവാം. ഓഫീസിലെല്ലാവരും എത്തി, ഞാൻ കുറച്ച് ലേറ്റായി. ഡ്രസ്സ് ഒരുങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ ഉച്ചയ്ക്ക് പോയിട്ട് പറയാനാ. എന്താ പരിപാടി ഇന്ന്? അല്ല ഷജാസ്, ഇന്നെന്താ പരിപാടി? അല്ലല്ല, ഞാൻ ഇത് കട്ട് ചെയ്യണല്ലോ ഈശ്വര, ഇത് വെറുതെ പറയണതാട്ടാ. ഇന്ന് ശരിക്കും പരിപാടി ഉണ്ട്. അല്ല, ഞാൻ ആദ്യമായിട്ട് കയറി വരുന്നത്. അവസ്ഥ പറയാം. അല്ല, ഇന്നത്തെ പരിപാടി എന്താന്ന് പറഞ്ഞ നിങ്ങൾ? അല്ല വേണ്ട, ആദരിച്ച് പറയും. ആദരിച്ച് പറഞ്ഞ ഇന്നെന്താ പരിപാടി നമുക്ക്? അല്ല, ഇന്ന് ചെറിയൊരു പാർട്ടി ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഓഫീസിൽ വ്ലോഗ് എടുക്കണം കേട്ടോ. ഞാൻ സാധാരണ ഷോർട്സ് എടുക്കാറ്, വ്ലോഗ് ആദ്യമായിട്ടാണ്. അപ്പോൾ ആരും ഒന്നും മിണ്ടണില്ല. ഫസ്റ്റ് വീഡിയോ കാരണമെന്ന് തോന്നുന്നുണ്ട്. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും സെറ്റാവും, അങ്ങനെ വിചാരിക്കണു. ഞാൻ ഇല്ലെങ്കിൽ സെറ്റാക്കി എടുക്കും. ഇത് ഈ വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ബ്ലാക്ക് മെയിൽ ചെയ്യും. ടാറ്റെങ്കിലും തരൂ. പ്ലാനിങ് വല്ലതും ഉണ്ടോ? ഇന്ന് ഉച്ചവരെ വർക്കിംഗ് ആയിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് പരിപാടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇന്ന് ഒന്നാമത് ശനിയാഴ്ച അല്ലേ. ഇപ്പോൾ പേജ് കൊടുക്കലും കാര്യങ്ങളും എല്ലാം കൂടി ഇപ്പോൾ എങ്ങനെയൊക്കെ എല്ലാവരും കൂടി വർക്കൊക്കെ ചെയ്ത് തീർത്തു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാ. ഇനിയിപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഞങ്ങളപ്പോൾ ഡ്രസ്സൊക്കെ മാറി. എങ്ങനെയുണ്ട് കോസ്റ്റ്യൂമൊക്കെ? ഓഫീസിലേക്ക് ഞങ്ങൾ രാവിലെ വന്നപ്പോൾ പഴയ ഡ്രസ്സിട്ട് വന്നത്. അതാണ് ഇൻട്രോയിൽ അങ്ങനെ ഇരിക്കണം കേട്ടോ. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ പോയി നല്ലൊരു സ്ഥലത്തേക്കൊക്കെ പോകണതല്ലേ. അപ്പോൾ ആ കൂറക്കോലത്തിൽ പോകണമെന്ന് വെച്ചിട്ട് നേരെ വന്ന് ഡ്രസ്സൊക്കെ മാറി. എല്ലാവരും ഡ്രസ്സൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. വർക്ക് ചെയ്യാതിരിക്കുന്നല്ല കേട്ടോ, വെറുതെ ഇരുന്നിട്ടേ. രമേശ്വര മോളാണ് രമേശ്വര മോളാണ് അവൾ ഓടി. ഇന്നപ്പോൾ രമേശ്വര ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ ചെറിയൊരു സർപ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. രമേശ്വര ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഇവിടെ 2-4 പേരെ ബർത്ത്ഡേ ഞങ്ങൾ ഇതുപോലെ മറന്നുപോയി. ഈ ബർത്ത്ഡേ ഞങ്ങൾ മുമ്പേ വീട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കേക്ക് കട്ടിങ് പരിപാടികളും കൂടി ഉണ്ട്. മൊത്തത്തിലൊരു വീട്ടിലെ പരിപാടിയാവുന്നുണ്ട് ഞങ്ങളുടെ പ്രതീക്ഷ. ബാക്കി അവിടെ പോയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇനി വേറെ ആളെ കാണിച്ചു തരാട്ടാ. അമ്മലിൻ്റെ ഡെഡിക്കേഷൻ എല്ലാവരും ഡ്രസ്സൊക്കെ മാറി പോവാൻ വേണ്ടി ഇരിക്കുമ്പോൾ അമ്മലിരുന്ന് വർക്ക് ചെയ്യുക. എന്താ സത്യമായിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞത്, വർക്ക് ചെയ്യാൻ കണ്ടോ? ഇതൊക്കെ കണ്ടില്ലേ? ചെക്കനൊക്കെ ഇവിടെ ഏറ്റവും ഡെഡിക്കേഷനുള്ള ആൾ അമ്മല. പിന്നെ നീബു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പില്ലർ, അതായത് നമ്മളിപ്പോ കടവന്ത്ര ജംഗ്ഷനിൽ ലെഫ്റ്റ് തിരിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഈ പില്ലറിന്റെ ഇവിടെ എത്തുമ്പോൾ യൂട്ടേൺ എടുക്കുക. 840 പില്ലറിന്റെ അവിടെ നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഗൈസ് ഇന്ന് നേരെ ജിംഖാന, വൈറ്റിലെ ജിംഖാനയിലാണ് നമ്മുടെ പരിപാടി സെറ്റ് ചെയ്തേക്കണം. അതേ അൽമാസാണ് പ്രോ ഡ്രൈവർ. അമ്മലുണ്ട്, ഷജാസിക്ക് ഉണ്ട്. ഒരു ഹായ് പറഞ്ഞെല്ലാവരും. ഇന്ന് ഫുൾ മഴ. ഇന്ന് മഴ തോർന്നിട്ടില്ല. രാവിലെ ഇന്നലെയൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ മഴ പെയ്തിട്ടുള്ളൂ. പക്ഷെ ഇന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയാ. അത് ശരിയാ, അത് ശരിയാട്ടാ. ഇതാണ് ഞങ്ങളുടെ കൺവിൻസിങ് സാർ. ഇങ്ങനെ കൺവിൻസിങ്ങിന് മുമ്പിൽ ആരും തോറ്റു. നമ്മ ആകാശനെ പിക്കാൻ വേണ്ടി വന്നേക്കുക. പറഞ്ഞ 2 വാക്ക് വെട്ടൂല ചെറുതായിട്ട്. നീ പോയി വിളിച്ച് പറയല്ലേ. ഇതാണ് അപ്പോൾ നമ്മുടെ ജിംഖാന ക്ലബ്ബ്. ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് വരണേ. അപ്പോൾ ഗൈസ് ഇന്നെന്താ പരിപാടി എന്ന് അറിയൂ? ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഉണ്ടോ, മേക്ക് ഇൻറ്റീരിയേഴ്സ്. അപ്പോൾ മേക്ക് ഇൻറ്റീരിയേഴ്സിൻ്റെ 8th ആനിവേഴ്സറി ആണ്. അപ്പോൾ ഈ ആനിവേഴ്സറിയോടനുബന്ധിച്ച് സാറ് ചെറിയൊരു പരിപാടി നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് കലാപരിപാടികളും പിന്നെ വേറെ കുറച്ച് സർപ്രൈസ്. പിന്നെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടല്ലോ, ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സർപ്രൈസ് ഇവിടെ എല്ലാവർക്കും അറിയില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയില്ല. വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും കാണും. അപ്പോൾ 8th ആനിവേഴ്സറിയോടനുബന്ധിച്ചുള്ള ചെറിയ ഗെയിംസും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. ഇതാണ് നമ്മളെ മെയിൻ സെറ്റപ്പ്. എങ്ങനെയാണ്? നമ്മുടെ കൊച്ചി വൈറ്റില കായലാണ്, എന്തോ ഒരു കായൽ, എനിക്കറിയില്ല. അതിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനൊരു സെറ്റപ്പ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പരിപാടി. എല്ലാവരും ഹായ് പറഞ്ഞേ. ഹായ്. അയ്യോ ഇവിടേക്ക് ലൈറ്റ് ഇല്ല കേട്ടാ, ലൈറ്റ് ഇല്ല ഇവിടെ. അതെ ഇവിടെ നിന്നുണ്ട്. അപ്പം ഇതാണ് ഇവിടെയാണ് നമ്മുടെ പാർട്ടി നടക്കണേ. നമ്മുടെ സാറെത്തിണ്ട് കേട്ടോ. സാർ ചെല്ലടാ. എല്ലാവരും എത്തിയിട്ടില്ല. ഇവരാണ് നമ്മുടെ മെയിൻ
സാറിൻ്റെ മോൻ ഇതെടുത്ത് നിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ എന്തിനാ വന്നിട്ടുള്ളത്? ആ കണ്ടാ നീ? എങ്ങനെയുണ്ട് വീഡിയോസൊക്കെ? സീരിയസ് ആയിട്ട് പറയും, സത്യസന്ധമായിട്ട് പറയും. അതാരാ? അതാരത്? എങ്ങനെയുണ്ട് ദേവ? വീഡിയോസ് ഒക്കെ ഉണ്ട്. നീ വീഡിയോസ് കാണാം അല്ല? ഇനി എന്നെ പറ്റി കുറച്ച് പറഞ്ഞ. കണ്ണിലുണ്ണിയാണ്. ബാക്കി കൂടി ഷാജാസേട്ടന് പറ്റിയ പുണ്യമാണ്. ഞാനത് പറഞ്ഞു പറയിപ്പിക്കുന്നല്ല കേട്ടോ, ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നതല്ല, പിള്ളേരുടെ മനസ്സിൽ വരുന്ന അല്ലേ? ഇത് സത്യസന്ധമായിട്ട് പിള്ളേർ പറയടാ. എന്തിനും ഏതിനും അമൽ ഓഫീസിലായാലും എവിടെയായാലും എന്തൊക്കെ പ്രശ്നം അമൽ അവിടെ ഉണ്ട്, അത് പരിഹരിക്കും ചെയ്യും അവൻ. അത് ശരിയാ, ഞാൻ വെറുതെ പറയണതല്ല കേട്ടാ. അവൻ അതൊരു ഇതാ, എന്ത് കാര്യത്തിനായാലും അവൻ മുൻപന്തിയിലുണ്ടാവും. അപ്പൊ ആ സ്പീക്കർ എടുക്കാൻ സാറ് വിളിച്ചു ആദ്യം ഓടി തരാം അമൻ. അതെ അതെ, അത് സത്യ. ദാസേട്ടൻ പാട്ട് പാടും അല്ല? ദാസേട്ടന്റെ പേര് പോലെ തന്നെയാണോ ദാസേട്ടന് പാട്ട് പാടാനുള്ള? നമ്മളെ വീഡിയോ ഒക്കെ എടുക്കാൻ പോണേ കുറച്ച് എൻ്റെ ഒക്കെ ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വീഡിയോ കവർ ചെയ്യുന്നത് ആകാശായിരിക്കും. ഇതാണ് നമ്മുടെ സാറ്. സാർ ഒരു ഹായ് പറയും. ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന സാറിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം. രമേശ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് രമേശിനെ ഒന്ന് കാണാം. രമേശ് 2 വാക്ക് പറയും, ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കാം. ആദ്യം നിങ്ങൾ എന്തെങ്കിലും പറയാ, ആരും ഇതൊന്നും പറയാത്ത. അങ്ങനെ അത് കഴിഞ്ഞ് മൻസൂർക്ക് എത്തി, പിന്നെ ഇർഫാൻ എത്തി. നമ്മളെല്ലാവരും കൂടെ കഴിഞ്ഞപ്പം നീബു സൈറ്റിലെ ഇന്നൊക്കെ ശനിയാഴ്ച ആയിരുന്നു, സൈറ്റിലെ പൈസയൊക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഏറ്റവും ലേറ്റ് ആയിട്ട് നീബു വരുന്നത്. അപ്പോൾ അവൻ്റെ എൻട്രി കുറച്ച് മാസമാക്കണം, നമുക്ക് കുറച്ച് BGM ഒക്കെ ഇട്ട് നീബുവിനെ വെൽക്കം ചെയ്യാം. നമ്മുടെ കുറേ ഗിഫ്റ്റുകളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. രമേശിൻ്റെ ബർത്ത്ഡേ ആണെന്ന് സർപ്രൈസ് ആയിട്ട് നമ്മൾ കേക്ക് മുറിക്കുന്നുണ്ട്. എവിടെ നോക്കാൻ വേണ്ടി വന്നതാ, പക്ഷെ കേക്ക് ഉണ്ട്, ബാക്കികളെല്ലാം കണ്ടു. രമേശ് ഒന്നും അറിയാണ്ടോട്ടിരിക്കില്ലേ? എന്താ അയ്യോ പിള്ളേരുകളൊക്കെ കാരണം നമ്മളെ കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ പ്രിപ്പറേഷനൊക്കെ ആയിട്ട് നിൽക്കുക. പിന്നെ നിതിൻ ചേട്ടനാണെങ്കിൽ ഫുൾ ടൈം കുട്ടികളൊക്കെ തന്നെ പരിപാലിച്ച് ഫുൾ കെയർ ചെയ്ത് നടക്കായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമ്മൾ എല്ലാവർക്കും വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങിലായിരുന്നു. കുറച്ച് വൈകിട്ടായാലും 2 അതിഥികൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതെല്ലാവരും എത്തിയിട്ടാ. ഇനിയിപ്പോൾ നമുക്ക് ഗെയിം പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ ഗെയിമും നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, കാരണം കുറേ ഗെയിംസ് കുറേ പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ എല്ലാം കൂടി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ ഗെയിം നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതിപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഗെയിമാണ്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല, കുറേ ടൈം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗിൽ ഇത് ഈ ഫുൾ ഗെയിം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറടിക്കുന്നുള്ളതുകൊണ്ട് ഞാനിത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഗൈസ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, മൈക്കില്ലാത്ത കാരണേ ഭയങ്കര നോയ്സ് ആയിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് കുറേ വീഡിയോസൊന്നും ഇതിൽ നമുക്ക് ഇടാനൊന്നും പറ്റിയിട്ടില്ല. സാധാരണ ഞാൻ ഓൺ വോയിസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാനോട് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഇത്രയും പേരുടെ മുമ്പ് വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. മടിയല്ല, എന്താണ് പറയേണ്ടത് ഏതാണ് പറയേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ. പിന്നെ ഞാൻ ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ചു എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ നമ്മൾ ഗെയിംസൊക്കെ ചെറുതായി മാറ്റി വെച്ച് നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടന്നു കേട്ടോ. നമ്മുടെ മെയ്ക്കിൻ്റെ 8th ആനിവേഴ്സറി, പിന്നെ രമേശിൻ്റെ ബർത്ത്ഡേ, ഈ രണ്ടിൻ്റെയും കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള പരിപാടികളും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് പാട്ട് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു സ്പീക്കറിൽ. അപ്പോൾ മറ്റേ കോപ്പിറൈറ്റ് വരുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് അത് അതിലെ വോയിസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഡബ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അതാണ് മെയിനായിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നത്. അങ്ങനെ സാറും മേടൊക്കെ കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കേക്കൊക്കെ കഴിച്ച് എല്ലാവരും പിന്നെ നമ്മൾ കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളിലേക്ക് പോയിട്ടാണ്. നമ്മൾ കുറച്ച് പെർഫോമർ ഓഫ് ദി മന്തും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് പ്രൈസുകളൊക്കെ കൊടുക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോയപ്പോൾ പിന്നെ നമ്മൾ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ടൈമിലേക്ക്.
ചെറുതായിട്ട് കേക്ക് കിട്ടിയെങ്കിൽ മാത്രം എല്ലാവരുടെ മനസ്സിൽ ഒതുങ്ങി പോകരുത്. കാരണം 8th ആനിവേഴ്സറിയാണ് സുനീഷിൻ്റെ ഒരു സംരംഭം ഇങ്ങനെ വളർച്ചയുടെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ. പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ യുദ്ധത്തിലേക്ക് കടന്നു. ഫുഡടി ടൈമായി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും കുറച്ച് ബിസിയായി. വീഡിയോ എടുക്കാനൊന്നും അധികം പറ്റിയില്ല. നല്ല പോലെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങോട്ട് ഗെയിംസ് എന്നുള്ള കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. ശരിക്കും ഫുഡടി കഴിഞ്ഞിട്ട് കുറേ ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കുറച്ച് കൂടി പോയോണ്ടാണെന്ന് അറിയില്ല, എല്ലാവരും കുറച്ച് ഡൗണായി ഫുഡടിക്ക് ശേഷം. പിന്നെ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും പഴയ എനർജി തിരിച്ചു വന്നു തോന്നുന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് പാട്ട് അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളിലേക്ക് ഞാനൊക്കെ പാട്ട് പാടി. സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മൈക്കൊക്കെ കയ്യിലെടുത്ത് പാട്ട് പാടണേ. അതിൻ്റേത് ഒരു ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കോപ്പറേറ്റിൻ്റെ ഇഷ്യൂ കാരണേ ശ്യാംചാട്ടൻ പാടി, അമലൊക്കെ പാടി, ഞാനൊക്കെ പാടി, അതൊന്നും നമുക്ക് വീഡിയോയിൽ ഇടാൻ പറ്റിയില്ല. അത് ചെറിയൊരു വിഷമം ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങളുടെ പ്രശസ്തമായ ഗാനമേളയ്ക്ക് ശേഷം പരിപാടി എല്ലാവരും പിരിച്ചുവിടേണ്ടി വന്നു. അപ്പോൾ അതൊക്കെ എല്ലാവരും വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുത്ത് എല്ലാവരും ഇറങ്ങി. അപ്പോൾ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഫുഡടി ആയാലും കലാപരിപാടികളായാലും എല്ലാം കൊണ്ടും നല്ല കളറായി. പിന്നെ ഞങ്ങൾ പതുക്കെ വണ്ടിയൊക്കെ എടുത്ത് വഴിയിലൊക്കെ പോയി ഒരു ചായ കുടിച്ചിട്ട് പോയേ. പരിപാടിയുടെ ഇടയിൽ പാട്ട് പാടാനുള്ള അവസരം കിട്ടാത്തതുകൊണ്ടാണ് ഷജാസൊക്കെ കാറിൽ വെച്ച് കുറേ പാട്ടൊക്കെ പാടി തന്നുകൊണ്ടൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്.